ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് 41-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വചനത്തിൽ നിന്നാണ്. യഹോവേ, എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ. സൗഖ്യം കൊതിക്കുന്നൊരു മനുഷ്യൻ സൗഖ്യം തരാൻ കഴിവുള്ള ദൈവത്തോട് സൗഖ്യം ചോദിക്കുന്ന ഭാഗമാണ് നമുക്കിവിടെ പഠിക്കുവാൻ കഴിയുന്നത്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യൻ കൊതിക്കുന്ന 2 തരത്തിലുള്ള സൗഖ്യമുണ്ട്. ഒന്ന്, മാനസിക രോഗങ്ങളിലുള്ള സൗഖ്യം. 2, ശാരീരിക രോഗങ്ങളിലുള്ള സൗഖ്യം. ചിലരുടെ മാനസിക തലത്തിൽ അതിഭയങ്കരമായ പ്രതിസന്ധികൾ വന്നുകൂടിയിട്ട് അവർക്കൊരു സൗഖ്യം പ്രാപിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന ധാരാളം പേരുണ്ട്. ചിലരുടെ ശരീരം ഒന്നു മാറി രോഗാത്മാവിനാൽ ബന്ധിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. ബൈബിൾ പഠിക്കുമ്പം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നത്. ദൈവത്തിൻ്റെ മന്ദിരമായ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഈ ശരീരത്തിൽ രോഗം കൂടുകുത്താൻ ശ്രമിക്കുമ്പോൾ ആ രോഗത്തിൽ നിന്ന് സൗഖ്യം തരാൻ കഴിവുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. അവൻ്റെ പേര് സർവശക്തനായ ദൈവം. രോഗം വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്ന് ചോദിച്ചാൽ സൗഖ്യത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. കഴിക്കുന്ന മരുന്നിൻ്റെ ശക്തിയല്ല, സ്കാനിങ്ങിലോ മറ്റു ടെസ്റ്റുകളിലോ വരുന്ന റിസൾട്ടുകളുടെ അനുഭവത്തിലല്ല, മറിച്ച് എപ്പോഴും വിശ്വസിക്കണം, റിസൾട്ട് എത്ര പ്രതികൂലമായാലും യേശുവിനെ സൗഖ്യമാക്കും. ഹൃദയത്തിൻ്റെ ആഴത്തിലേറ്റ മുറിവ് നിമിത്തം ഈ മുറിവിന് എങ്ങനെ സൗഖ്യം വരുമെന്ന് ചോദ്യവുമായിട്ടാണ് ഇന്ന് വചനം കേൾക്കുന്നതെങ്കിൽ നിനക്കൊരു ഇന്നർ ഹീലിംഗ്, ഒരു ആന്തരിക സൗഖ്യം. ചിരിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിട്ടും ചിരിക്കാൻ കഴിയാതെ, സന്തോഷിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിട്ടും സന്തോഷിക്കാൻ കഴിയാതെ, ജീവിതം എപ്പോഴും കരച്ചിലും ദുഃഖത്തിലും ഒതുങ്ങിപ്പോകുന്നെങ്കിൽ ഇന്ന് നിനക്കൊരു ആന്തരിക സൗഖ്യം ആവശ്യമാണ്. അല്ല, നിന്റെ ശരീരം രോഗാവസ്ഥയാൽ ബന്ധിക്കപ്പെടുന്നെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കണം. സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന കർത്താവ് ഈ വചനം പറയുമ്പോൾ നിന്റെ അടുക്കൽ വരട്ടെ. നിന്റെ രോഗമുള്ള ഭാഗത്ത് യേശുവിൻ്റെ കരം വെക്കട്ടെ. മരുന്നിന് തരാൻ കഴിയാത്തൊരു സൗഖ്യം യേശു നിന്റെ ശരീരത്തിൽ തരട്ടെ. അവൻ നിന്നെ സൗഖ്യമാക്കും. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പ്രാർത്ഥിക്കുക, കർത്താവേ, എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ. ഇന്നത്തെ ദൂത്, ദൈവം നിന്നോട് കൃപ തോന്നി നിന്നെ സൗഖ്യമാക്കും. ആ സൗഖ്യം കൊതിക്കുന്നവർക്ക് ഒന്നിച്ചെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ രോഗിയായി ദൈവത്തിന് സ്തോത്രം ബന്ധിക്കപ്പെടുവാൻ അനുവദിക്കാതെ, ഹല്ലേലൂയ, അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങൾക്ക് രോഗശാന്തി, ആരോഗ്യം തന്ന് സൗഖ്യമാകണം. ട്യൂമറുകൾ മാറിപ്പോകട്ടെ, ക്യാൻസറുകൾ മാറിപ്പോകട്ടെ, ഹാർട്ട് അറ്റാക്കുകൾ മാറിപ്പോകട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അസ്ഥികളുള്ള രോഗത്തിൻ്റെ പോരാട്ടങ്ങൾ മാറിപ്പോകട്ടെ. പ്രാർത്ഥിച്ച് നിന്റെ ജനത്തെ സൗഖ്യമാക്കുന്ന കർത്താവേ, അവർ സൗഖ്യമാകട്ടെ കർത്താവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നിങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു നിശ്ചയമായും നിന്നെ സൗഖ്യമാക്കും. ഗോഡ് ബ്ലെസ് യു.